റോക്കി, എന്ത് വികൃതി ഒന്ന് ചെയ്ത്? ഞാൻ ക്യാമറ നോക്കിയപ്പോൾ ഭയങ്കര കുരുത്തക്കേട് ഇതെല്ലാം കാണിച്ചോണ്ടിരുന്നു. എന്ത് ചെയ്തിരുന്നപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ പറ, നീ എന്തേന്ന് ഇവിടെ ചെയ്തിരുന്നു വികൃതി എന്ന്? എന്ത് ചെയ്ത നീ? റോമിനെ അടിച്ച നീ? അടിച്ച റോമിനെ? റാമ്പ കുട്ടിനെ കടിച്ച നീ? നീ എന്നെ നോക്ക്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ല. ഞാൻ പറഞ്ഞതിന് മറുപടി തരണം. നീ ഇന്ന് ഫുള്ള് വികൃതിയാണ്. നീ നിനക്ക് ഇറച്ചി വാങ്ങാൻ പോയിട്ടുണ്ട്. നമ്മൾ പാവല്ലേ, ഒരു സുന്ദര കുട്ടിയല്ലേ, ഇങ്ങനെ ഇറച്ചില്ലാതെ കഴിക്കുന്ന വെച്ച് നിനക്ക് കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നടന്നു പോയിരിക്കുകയാണ് നിന്റെ ഡാഡി. അപ്പോൾ നമ്മൾ ക്യാമറ നോക്കുമ്പോഴെല്ലാം നീ അവനടുത്ത് കടി ഭയങ്കര തല്ലാളോ. എന്ത് ചെയ്യപ്പോൾ തന്നെ? പറ. വേണ്ട, സോപ്പിടാൻ വരല നീ. ഞാൻ പറഞ്ഞതിന് മറുപടി തരണം. എന്ത് ചെയ്യണോ? റോക്കിട്ടിയെ എന്ത് ചെയ്യപ്പോൾ റോക്കിനെ? പറ നീ. റോക്കിട്ടിയെ ഇവിടെ നോക്കടാ. എന്ത് ചെയ്യണപ്പോ? എന്ത് ചെയ്യ? റോക്കിട്ടിയെ റോക്കിട്ടിയേ റോക്കിട്ടി, നിനക്ക് ഇവനെ കാണുമ്പോൾ എന്താ കുഴപ്പം? പറയടാ നീ. റോക്കിട്ടിയെ, റോക്കിമാ എന്തുമാ? നിന്റെ അനിയനല്ല അവന്? റോക്കിട്ടിൻ്റെ കുഞ്ഞാനിയനല്ല അവന്? കുഞ്ഞാനിയനോട് സ്നേഹമല്ല വേണ്ടത് എപ്പോഴും? ദേഷ്യപ്പെടുക? അയ്യേ, വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് കരുതും? എൻ്റെ റോക്കിട്ടി രാജകുമാരനാണ് എല്ലാവരും പറയുന്നത്. റോക്കിട്ടിയെ, നിന്റെ അനിയനെ നോക്കി നീ ദേഷ്യപ്പെടാവോ? ദേഷ്യപ്പെടാവോ? പറമ്മ. നോക്കിയേ, ഇപ്പം ചോറ് വേണ്ടേ? ബിസ്ക്കറ്റൊക്കെ വേണോ? മരുന്നെടുക്കണമ്മ. എന്തേ മരുന്നെടുക്കട്ടെ? ഗുളിക കഴിക്കാൻ പറയുന്നു ഡോക്ടർ. കാലിൽ മുറിയല്ലേ നിന്റെ? കാലിൽ മുറി ഇവിടെ കാണിച്ചു കൊടുത്താൽ നീ എല്ലാവർക്കും ഇവിടെ? കാലിൽ മുറി എവിടെ? കുട്ടീൻ്റെ കാലിൽ മുറിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതെൻ്റെ കുട്ടീൻ്റെ കാലിൽ മുറിയാട്ടാ. അമ്മേ, എന്ത് വലിയ മുറിയാണ് അല്ലേ? അതിനല്ലേ ഡോക്ടർ മരുന്ന് തന്ന്? ഇതെൻ്റെ രാജകുമാരൻ കണ്ട. അവൻ്റെ ഡാഡി ചായ കുടിക്കുമ്പോഴേ അതിൻ്റെ അടുത്ത് പോയി കിടക്കും. അവൻ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അവൻ്റെ ഡാഡി എവിടെ ഉണ്ടോ അവിടെ പോയി കിടക്കും. കണ്ട, അവൻ്റെ മുകളിൽ ക്ലാസ് വെച്ചിട്ട് കൂടി അവനൊരു കുഴപ്പമില്ലാതെ അവിടെ അനങ്ങാതെ കിടക്കുകയാണ്. പിന്നെ ഈ നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അനിയനുണ്ടല്ലോ, അവൻ്റെ അനിയനും ഇവനും നേർക്ക് നേരെ എന്ന് കണ്ടോ അന്നെല്ലാം വീട്ടിൽ യുദ്ധക്കളാണ്, യുദ്ധക്കളം. അതുകൊണ്ട് അവൻ അവിടെ പുറത്ത് നിന്ന് മുറച്ചിരിക്കുകയാണ്. ഇവൻ ഇവിടുന്ന് മുറയ്ക്കുകയാണ്, അവൻ അവിടെ നിന്ന് മുറയ്ക്കുകയാണ്. രണ്ടുപേരും അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഈ പുതിയ വാടക വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ റോക്കി രാജകുമാരന് ഇവിടെ കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ കിടന്ന് അങ്ങോട്ട് 4 കാലും മേപ്പോട്ട് ഉയർത്തി വെച്ചിട്ട് ഉറങ്ങൽ. എനി ടൈം ഉറക്കം. വേറെ എന്താ എൻ്റെ കുട്ടിക്ക് ജോലിയുള്ളത്? സുന്ദരനല്ലേ? സുന്ദരനെ കൂടെ നമ്മൾ ജോലി ഏൽപ്പിക്കാൻ പാടില്ലല്ലോ. നിറയെ ആരാധികമാരുള്ളൊരു സുന്ദര കുട്ടിയാണ് എൻ്റെ റോക്കി കുട്ടി. പിന്നെ ഇത് കണ്ട, അവൻ്റെ ഡാഡി റാമ്പക്കുട്ടീനെ കുഞ്ചിക്കിനോടേ അസൂയായിട്ട് നോക്കിയിരിക്കുന്നതാണ്. ഇവരൊക്കെ രാവിലെ നേരെ വെളുത്തത് ബാക്കിയും പോകണം. ഞാൻ പറഞ്ഞില്ല അവൻ്റെ ഇഷ്ടപ്പെട്ട ഉറങ്ങുന്ന സ്ഥലം ഇതാണെന്ന്. ഇവിടെ ഇതേപോലെ കിടന്നുറങ്ങുന്നതാണ് ഭയങ്കര ഇഷ്ടം അവന്. പിന്നെ എൻ്റെ കുട്ടിക്ക് വേറെ ഒന്നും കൂടി ഇഷ്ടം കേട്ടോ, ചോറ് കഴിക്കാൻ. ചോറ് കഴിക്കുക, അത് ചോറിന് വെച്ചെന്നല്ല, നമ്മൾ എന്ത് കഴിച്ചാലും അവനത് വേണം. അതുകൊണ്ട് അവന് കുറച്ച് കൊടുക്കും, മറ്റേ എരിവുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അവൻ്റെത് കഴിക്കാൻ ഇഷ്ടമില്ല. നമ്മൾ എന്തെങ്കിലും കഴിക്കുക അതാണ് വേണം. പിന്നെ നമ്മൾ വാരി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൊടുത്ത ചോറും കഴിക്കും. അത്രയും പോയി കഴിക്കാനും കൂടി മടിയാണ്. ആ ചോറ് കഴിച്ച് വന്ന് അടുത്ത സെക്കൻഡിൽ ഇവിടെ നമ്മൾ ഉറക്കം തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ സുന്ദര കില്ലാടി പയ്യനാണ്. എൻ്റെ സുന്ദര പയ്യനെ 3 പേര് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രമേ ഞങ്ങളെ ചാനലൊക്കെ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ എൻ്റെ സുന്ദര മോനിപ്പോൾ അപ്പുറത്തതൊക്കെ ആരൊക്കെയോ അവിടുന്ന് അവൻ്റെ കൂട്ടുകാരന്മാർ പലവട്ടം ശബ്ദമുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ വീണ്ടും കാണുക.